വയനാട് തലപ്പുഴയിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം. പാൽ സൊസൈറ്റിക്ക് സമീപം കൃഷിയിടത്തിൽ കണ്ടെത്തിയ കാൽപ്പാടുകൾ കടുവയുടേതാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കടുവയുടെ CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. ആദ്യം ദൃശ്യങ്ങൾ കാണാം. രാത്രി പതിഞ്ഞ CCTV ദൃശ്യങ്ങളാണ്. കടുവയുടെ സാന്നിധ്യം തലപ്പുഴയിൽ വീണ്ടും ഉണ്ടായിരിക്കുന്നു. പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മാനന്തവാടി, കണിയാരം, അണക്കെട്ട് ഭാഗത്തും കടുവയെ കണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ദീപക് മോഹൻ വിവരങ്ങളുമായി. ദീപക്, ഇപ്പോൾ വയനാട്ടിൽ ഓരോ ദിവസവും വന്യജീവി ആക്രമണത്തിന്റെ വാർത്തകളാണ്. ചില ഘട്ടങ്ങളിൽ അത് കാട്ടാനയാണെങ്കിൽ മറ്റു സമയങ്ങളിൽ അത് കടുവയാണ്. ഇപ്പോൾ തലപ്പുഴയിൽ വീണ്ടും കടുവയെ കണ്ടതിന്റെ ദൃശ്യങ്ങളാണ്. പലയിടത്ത് കണ്ടു എന്ന് നാട്ടുകാർ പറയുന്നു. ഭയത്തോടെയാണോ ഈ പ്രദേശത്ത് ആളുകൾ കഴിയുന്നത്? എന്താണിപ്പോൾ ഇവിടുത്തെ ഒരു ജാഗ്രതാ നിർദ്ദേശത്തിന് പിന്നാലെ വനം വകുപ്പ് എടുത്തിരിക്കുന്ന നടപടി? കഴിഞ്ഞ 2 ആഴ്ചയായി തലപ്പുഴയുടെ പല ഭാഗങ്ങളിലും കടുവയെ നാട്ടുകാർ കണ്ടിരുന്നു. മുൻപ് നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. തലപ്പുഴ കമ്പിപ്പാലം, അതുപോലെ തന്നെ കാട്ടേരിക്കുന്ന് തുടങ്ങിയ മേഖലകളിലൊക്കെ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടു. കടുവയെ നേരിൽ കണ്ട നിരവധി ആളുകളുണ്ട്. നമ്മൾ അന്ന് വാർത്ത ചെയ്തതിന് തൊട്ട് അടുത്ത സമയത്താണ് പിന്നീട് വനം വകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തി പരിശോധന നടത്തി കടുവയാണെന്ന് സ്ഥിരീകരണമുണ്ടായത്. പിന്നീട് ആ മേഖലയിൽ കൂടുകൾ വെച്ചിരുന്നു. പക്ഷേ കടുവ ആ കൂട്ടിൽ കുടുങ്ങിയില്ല. അപ്പം ക്യാമറകളും സ്ഥാപിച്ചു. ക്യാമറയിൽ പല ക്യാമറകളിലും കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. പക്ഷേ കടുവ കൂട്ടിൽ കയറാതെ കറങ്ങി നടക്കുകയായിരുന്നു. അതിനിടയിലാണ് വീണ്ടും കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. ഇന്നലെ ഈ തലപ്പുഴ പാൽ സൊസൈറ്റിക്ക് സമീപമുള്ള സ്വകാര്യ കൃഷിയിടത്തിൽ കടുവയുടേതെന്ന് കരുതുന്ന കാൽപ്പാടുകൾ പ്രദേശവാസികൾ കണ്ടിരുന്നു. പിന്നീട് വനംവകുപ്പിന് വിവരമറിയിച്ചു. വനംവകുപ്പ് സ്ഥലത്തെത്തി കടുവയുടെ കാൽപ്പാടാണെന്ന് സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. അതിനിടയിലാണ് ഇന്നലെ ഈ പ്രദേശത്തെ CCTVയിൽ കടുവ പോകുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇന്നലെ ഈ മിൽക്ക് സൊസൈറ്റിക്ക് സമീപമുള്ള പ്രദേശത്തുകൂടി കടുവ നടന്നു പോകുന്ന ദൃശ്യങ്ങളാണിത്. കഴിഞ്ഞ ഒരാഴ്ച മുൻപും തലപ്പുഴയിലെ എഞ്ചിനീയറിംഗ് കോളേജിന് സമീപത്തെ ഗോദാവരി ഉന്നതിക്ക് സമീപം കടുവയെ നാട്ടുകാർ കണ്ടിരുന്നു. അന്ന് കോളേജിൽ അടക്കമുള്ള ഹോസ്റ്റലിലുള്ള വിദ്യാർത്ഥികൾക്കടക്കം ഇത്തരത്തിലുള്ള സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇന്ന് വീണ്ടും ആ മേഖലയിൽ ഇപ്പോൾ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. വനംവകുപ്പ് ആ മേഖലയിൽ കൂടുതൽ വിശദമായ പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ്. ഒപ്പം പ്രദേശവാസികൾ വലിയ ആശങ്കയിലാണ്. നേരത്തെ അവർ പറഞ്ഞിരുന്നു, തോട്ടം തൊഴിലാളികളും ഒപ്പം സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ നിരവധി പേർ സ്ഥിരം പോകുന്ന വഴിയാണ്. ആ വഴിക്ക് സമീപമാണ് ഇത്തരത്തിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ മേഖലയിലുള്ള ആളുകൾ വലിയ ആശങ്കയിലാണ്. ഇപ്പോൾ വനംവകുപ്പിൻ്റെ വരയാൽ ഫോറസ്റ്റ് റേഞ്ചർ അടക്കമുള്ള ആളുകൾ ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം വനംവകുപ്പിൻ്റെ കൂടുതൽ RRT ടീം അംഗങ്ങൾ എത്തി ഈ കടുവയുടെ കാൽപ്പാടുകൾ കേന്ദ്രീകരിച്ച് ആ മേഖലയിൽ ക്യാമറകൾ സ്ഥാപിക്കും, ഒപ്പം കൂടും സ്ഥാപിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ച വിവരം. അപ്പോൾ പ്രദേശവാസികൾ വലിയ പ്രതിഷേധത്തിലാണ്. ആ മേഖലയിൽ 2 ആഴ്ചയിലേറെയായി ജനവാസ മേഖലയിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിട്ട് പോലും കടുവയെ പിടികൂടുന്ന കാര്യങ്ങളിലേക്ക് വനംവകുപ്പ് കടന്നിട്ടില്ല. ഒപ്പം മറ്റൊരു കാര്യം, ഒരു കടുവയും 2 കടുവക്കുഞ്ഞുങ്ങളും ആ മേഖലയിൽ വേറെ പല പ്രദേശവാസികളും കണ്ടു എന്നുള്ള രീതിയിലുള്ള വാർത്തകളും വരുന്നുണ്ട്. പക്ഷേ ഇതിന് സ്ഥിരീകരണം ഇപ്പോൾ ലഭിച്ചിട്ടില്ല. ഏതായാലും ആളുകളെ സംബന്ധിച്ച് ആശങ്കയുടെ മണിക്കൂറുകളാണ്. കടുവയെ കാണുന്നുണ്ട്, പക്ഷേ പിടികൂടാനാകുന്നില്ല എന്നുള്ളത് ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ഭീതി തന്നെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പാലക്കാട് മലമ്പുഴ മേഖലയിൽ നിന്നും കാട് കയറാതെ കൊമ്പന്മാർ. ഇന്ന് പുലർച്ചെ കൊട്ടേക്കാടെത്തിയ ഒറ്റയാൻ കൃഷി നശിപ്പിച്ചിരിക്കുകയാണ്. ആറങ്ങോട്ട് കുളമ്പ് സ്വദേശി സിന്ധുവിന്റെ 1 ഏക്കർ വരുന്ന കൃഷിയാണ് കാട്ടാന നശിപ്പിച്ചത്. ഒറ്റയാൻ കഴിഞ്ഞ 4 ദിവസമായി ജനവാസ മേഖലയിൽ എത്തുന്നുണ്ടെന്നും RRTയുടെ പ്രവർത്തനം കാര്യക്ഷമമല്ല എന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഇക്ബാൽ അറക്കൽ വിവരങ്ങൾ നൽകും. ഇക്ബാൽ, വനമേഖലയോട് ചേർന്ന പ്രദേശമാണോ? ഇവിടെ കാട്ടാനകൾ തിരിച്ചു കാട് കയറുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ഭയം. മലമ്പുഴയിൽ ഇപ്പോൾ എത്ര ആനകൾ കാടിറങ്ങിയിരിക്കുന്നു? അതായത് അപകടകാരികളായിട്ടുള്ള PT-14, PT-5 തുടങ്ങി നിരവധി കൊമ്പന്മാരാണ് ഇപ്പോൾ മലമ്പുഴ മേഖലയിൽ കാടിറങ്ങി ജനവാസ മേഖലയിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ കൊട്ടേക്കാട് ആറങ്ങോട്ട് കുളമ്പ് മേഖലയിൽ ഇപ്പോൾ ഒരു ഒറ്റയാനുണ്ട്. ആ ഒറ്റയാനെ കൊണ്ടാണ് ഇപ്പോൾ നാട്ടുകാർ വലിയ രീതിയിൽ ഭീതിയായിരിക്കുന്നത്. കാരണം കഴിഞ്ഞ 4 ദിവസമായി സ്ഥിരമായി ഈ ഒറ്റയാൻ ജനവാസ മേഖലയിലേക്ക് എത്തുകയും ആളുകൾക്ക് വലിയ രീതിയിൽ ഭീതി ഉണ്ടാക്കുകയും കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടി ഈ കൃഷിയിടത്തിലേക്ക് എത്തിയിട്ടുള്ള ഒറ്റയാൻ
ആറങ്കോട്ടുകുളമ്പ് സ്വദേശിയായിട്ടുള്ള സിന്ധുവിൻ്റെ 1 ഏക്കർ കൃഷിയാണ് നശിപ്പിച്ചത്. രാവിലെ 7 മണിവരെ ഈ ഒറ്റയാൻ ജനവാസ മേഖലയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. പുലർച്ചയോടുകൂടി ഒറ്റയാനെ കണ്ട നാട്ടുകാർ ഉടൻ തന്നെ വനവകുപ്പിൽ വിവരം അറിയിച്ചെങ്കിലും വനവകുപ്പിലെ ഉദ്യോഗസ്ഥർ ആരും തന്നെ ഈ മേഖലയിലേക്ക് എത്തിയില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. പിന്നീട് നാട്ടുകാർ തന്നെയാണ് രാവിലെ പടക്കം പൊട്ടിച്ചും ശബ്ദമുണ്ടാക്കിയും ഈ ഒറ്റയാനെ കാട്ടിലേക്ക് തുരത്തിയെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. ഏതായാലും പുലർച്ചെ 1 മണിക്ക് ഈ ജനവാസ മേഖലയിലേക്ക് എത്തിയ ഒറ്റയാൻ പിന്നീട് കൃഷിയിടത്തിലേക്ക് ഇറങ്ങി ആറങ്കോട്ടുകുളമ്പ് സ്വദേശിനിയായിട്ടുള്ള സിന്ധുവിൻ്റെ 1 ഏക്കർ കൃഷി നശിപ്പിക്കുന്നു. പക്ഷേ പിന്നീടും ജനവാസ മേഖലയിൽ തന്നെ തുടരുകയായിരുന്നു. പിന്നീട് രാവിലെ 7 മണിക്ക് മാത്രമാണ്, അല്ലെങ്കിൽ 7 മണിയോടുകൂടി മാത്രമാണ് ഈ ആനയെ കാട്ടിലേക്ക് തുരത്താൻ നാട്ടുകാർക്ക് സാധിച്ചത്. കാരണം അവർക്ക് അവരുടെ കയ്യിൽ ഒരു രീതിയിലുള്ള സജ്ജീകരണങ്ങളും ഇല്ല. അതുകൊണ്ട് തന്നെ ശബ്ദമുണ്ടാക്കുക, കയ്യിൽ കരുതിയിട്ടുള്ള ഓലപ്പടക്കങ്ങൾ പൊട്ടിക്കുക എന്നുള്ള ഒരു വഴി മാത്രമാണ് നാട്ടുകാർക്കുള്ളത്. അങ്ങനെയാണ് നാട്ടുകാർ ഈ ഒറ്റയാനെ കൃഷി ചവിട്ടി നശിപ്പിച്ചതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് പാലക്കാട് മലമ്പുഴയിൽ നിന്ന് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി ജനങ്ങളുടെ സ്വൈരം കെടുത്തുമ്പോൾ കാട് കയറ്റാനായി ആദ്യം എത്തേണ്ടത് വനം വകുപ്പിലെ വാച്ചമാരാണ്. കടുവയും ആനയും ഒക്കെ തുരത്താനായി എത്തുന്ന വാച്ചമാരുടെ കയ്യിൽ ആകെയുള്ളത് വടിയും കത്തിയും പടക്കവുമാണ്. സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ലാതെ ജീവൻ പണയം വെച്ചാണ് മിക്കവരും ജോലി ചെയ്യുന്നത്. ജോലിക്കിടെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ജീവഹാനി ഉണ്ടായവരും പരിക്കേറ്റവരും ഉണ്ട് എന്നുള്ളതാണ്. വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുമ്പോൾ അവയെ കാട്ടിലേക്ക് തുരത്താനായി മുൻനിരയിൽ ജോലി ചെയ്യുന്നവരാണ് വനം വകുപ്പിലെ താൽക്കാലിക വാച്ചർമാർ. മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ കടുവയുടെയും ആനയുടെയും ഒക്കെ മുൻപിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട നിരവധി വാച്ചർമാരുണ്ട്. തോൽപ്പെട്ടിയിൽ കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ വെങ്കിടദാസും കോളേരിയിൽ ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് തളർന്നു കിടപ്പിലായ രാജുവുമൊക്കെ ജീവിച്ചിരിക്കുന്ന വനം വകുപ്പ് വാച്ചർമാരുടെ രക്തസാക്ഷികളിൽ ചിലർ മാത്രമാണ്. വയനാട് കോളേരിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ 2 കാട്ടാനകളെ കാട്ടിലേക്ക് തുരത്തുന്നതിനിടയിലാണ് താൽക്കാലിക വനം വകുപ്പ് വാച്ചർ നടവയൽ നെയ്ക്കുപ്പ സ്വദേശി രാജുവിന് കാട്ടാനയുടെ ആക്രമണമേറ്റത്. 2019 ഓഗസ്റ്റ് മാസം 8-ാം തീയതിയായിരുന്നു സംഭവം. 11 വർഷമായി വനം വകുപ്പിൽ ജോലി ചെയ്തിരുന്ന രാജു ഇന്ന് കാട്ടാനയുടെ ആക്രമണത്തിന് ശേഷം തളർന്ന് കിടപ്പിലാണ്. ഞങ്ങൾ രാവിലെ ആനനെ ഇവിടെ താഴെ കോളേരി സ്കൂളിന് താഴെ പുഴ സൈഡിൽ ആന വന്ന് നിന്നതാണ്. അതിന് ഓടിച്ച് വിടാൻ വേണ്ടി ഞങ്ങൾ സാർമാരോടൊപ്പം ആളോടൊപ്പം ഞങ്ങൾ പോയതാണ്. ഓടിക്കാൻ വേണ്ടി ഞാൻ പോയതാണ്. ആന വെയിലെ തട്ട് തിരിച്ച് പെട്ടെന്ന് വന്ന് ആനയുടെ മുമ്പിൽ പെട്ടുപോയി. കോടി ഉണ്ടായതുകൊണ്ടൊക്കെ ഓടി രക്ഷപ്പെട്ടു. പക്ഷേ എനിക്ക് എല്ലാവരും കൂടി ഓടി രക്ഷപ്പെടാൻ പറ്റില്ല. ആനയുടെ കയ്യെ തട്ടി വീണു. പിന്നെ ആന ആക്രമിക്കുക ചെയ്തത്. ആന ചവിട്ടും എടുത്ത് എറിയും കുത്തും ഇതൊക്കെ കൃത്യമാണ്. ആനയ്ക്ക് ചെയ്യാൻ പറ്റും മാക്സിമം ഉപദ്രവിച്ചു. ആനങ്ങനെ മരിച്ചെന്ന് ഇട്ടിട്ട് പോയതാണ്. ഫുള്ള് വേദനയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ ദിവസം തള്ളി നിൽക്കുന്നു. സർക്കാർ ആർക്കും വേണ്ട, സർക്കാരിനൊന്നും താല്പര്യമില്ല. കാരണം വെച്ചാൽ സർക്കാരിനും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയൊന്നും. താൽക്കാലിക വാച്ചറായി 6 വർഷത്തോളം ജോലി ചെയ്യുകയായിരുന്നു വെങ്കിടദാസ്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 8-ാം തീയതി ആനക്കാവലിനായി പോയ വെങ്കിടദാസിന് നേരെ കടുവയുടെ ആക്രമണമുണ്ടായി. കടുവയുടെ ആക്രമണത്തിൽ തലയ്ക്ക് ഗുരുതര പരിക്കേൽക്കുകയും വാരിയല്ലുകൾക്ക് പൊട്ടലുണ്ടാവുകയും ചെയ്തു. വെങ്കിടദാസിന്റെ തലയിൽ മാത്രം വന്ന 52 സ്റ്റിച്ചുകളാണ് ഉണ്ടായിരുന്നത്. ചികിത്സകൾക്കൊടുവിൽ ആശുപത്രി വിട്ട വെങ്കിടദാസ് 4 മാസങ്ങൾക്കിപ്പുറം വീണ്ടും വാച്ചർ ജോലിയിലേക്ക് ഇറങ്ങി. നമ്മളിങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചെറിയൊരു ഒച്ച കേട്ടു. അപ്പോൾ ഇത് വിരലും പിടിക്കലും ഒരുമിച്ചാണ്. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് വരുന്നത് അറിയില്ല. സംഭവം അത്ര ഒരു കണ്ടീഷനായിരിക്കും. അത് അറിയാൻ പിടിക്കാൻ വരുവാണല്ലോ. അപ്പോൾ അത്ര സൈലൻ്റായിട്ട് വരുന്നത്. അതിനുശേഷമാണ് അത് എന്നെ കാടുപോയി അത് പിടിക്കുകയും ചെയ്തത്. ഞാൻ അറിഞ്ഞില്ല. ഒന്നാമത് എന്നെ പുറത്തുനിന്ന് പിടിക്കുമ്പോഴേ ഞാൻ അറിഞ്ഞത്. അറിഞ്ഞ് കുറച്ച് പേരുടെ ബോധം പോയി. സ്വന്തം ജീവൻ രക്ഷിക്കാൻ സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ല. ചെയ്യുന്ന ജോലിക്ക് കൃത്യമായി ശമ്പളവുമില്ല. എങ്കിലും കാട് കാക്കാൻ വിധിക്കപ്പെട്ടവരാണ് വനം വകുപ്പിലെ വാച്ചർമാർ. വീഡിയോ ജേർണലിസ്റ്റ് അതുൽ ആംബ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്. വന്യമൃഗാക്രമണങ്ങൾ പതിവാകുമ്പോഴും ചെലവഴിക്കാൻ പണമില്ലാതെ വനം വകുപ്പിലെ പെട്രോൾ കുടിശ്ശിക ലക്ഷങ്ങൾ കവിഞ്ഞിരിക്കുകയാണ്. ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൽ നിന്നാണ് സെക്ഷൻ ഓഫീസിലെ ബൈക്കുകളിൽ പെട്രോൾ അടിക്കുന്നത്. വന്യജീവികളെ തുരത്താനുള്ള ഏകമാർഗമായ പടക്കം വാങ്ങിയ വകയിലുമുണ്ട് കുടിശ്ശിക. നിയമന നിരോധനവും RRT പ്രവർത്തനത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട്. VS രഞ്ജിത്ത് വിവരങ്ങൾ നൽകും. രഞ്ജിത്ത്, എപ്പോഴും കാട്ടാന അല്ലെങ്കിൽ കടുവയുടെ ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വനം വകുപ്പിനെ കുറ്റപ്പെടുത്തലാണ്. പക്ഷേ വനം വകുപ്പിലെ ജീവനക്കാർ എങ്ങനെ പ്രവർത്തിക്കുന്നു, അവരുടെ അവസ്ഥ എന്താണ് എന്ന് പൊതുവെ പറഞ്ഞു കേൾക്കാറില്ല. പക്ഷേ പടക്കം വാങ്ങാൻ പോലും പണമില്ലാത്ത അവസ്ഥ, കയ്യിൽ നിന്ന് പണമെടുക്കുന്നു പല ഉദ്യോഗസ്ഥരും എന്നുള്ള കാര്യങ്ങളടക്കം കഴിഞ്ഞ ദിവസം രഞ്ജിത്ത് പറഞ്ഞിരുന്നപ്പോൾ എന്താണ് നമുക്കറിയാനാകുന്നത്? എന്തുകൊണ്ടാണ് ഈ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് ഈ ഒരു വകുപ്പിന് മാത്രം?
സ്മൃതി, വിവിധ വകുപ്പുകൾക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശമനുസരിച്ച് മാറ്റിവെച്ചിരിക്കുന്ന പദ്ധതി തുകയിൽ പകുതി മാത്രം ഉപയോഗിച്ചാൽ മതിയെന്നുള്ളതാണ്. ഈ ധനവകുപ്പ് ഏറ്റവും ലീസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു വകുപ്പാണ് ഈ വനം വകുപ്പ് എന്ന് പറയുന്നത്. അവർക്ക് തന്നെ കിട്ടിയിട്ടുള്ള തുകയിൽ, പദ്ധതി അടങ്കൽ തുകയിൽ പകുതി മാത്രം ചിലവഴിക്കാനുള്ള അനുമതി മാത്രമേ ഇക്കുറി കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഈ വന്യജീവി ആക്രമണം ഉണ്ടാകുമ്പോൾ, ഈ വന്യജീവി ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരെയോ RRTയുടെ ഉദ്യോഗസ്ഥന്മാരെയോ ഒക്കെ തടഞ്ഞു വെക്കുകയാണ് നാട്ടുകാർ ചെയ്യാറുള്ളത്. പക്ഷേ അവർ എടുക്കുന്ന റിസ്കിനെ കുറിച്ച് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ചിന്തിക്കണം. കാരണം പല റേഞ്ച് ഓഫീസുകളിലും അവരുടെ വാഹനങ്ങളിൽ പെട്രോൾ അടിക്കുന്നത്, അത് റേഞ്ച് ഓഫീസർ മുതൽ താഴേക്ക് RRTയുടെ വാഹനങ്ങളിൽ പോലും പെട്രോൾ അടിക്കുന്നത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ചില പെട്രോൾ പമ്പുകളിൽ കുടിശ്ശികയാക്കിയിട്ടാണ്. ഈ കുടിശ്ശിക ലക്ഷങ്ങൾ കവിഞ്ഞ് പല ഓഫീസുകളിലും ഇനി പെട്രോൾ കിട്ടില്ല എന്ന് പോലും പമ്പുകാർ പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി സെക്ഷൻ ഓഫീസുകൾ നോക്കിയാൽ ഓരോ റേഞ്ചിന് കീഴിൽ 4-5 സെക്ഷൻ ഉണ്ടാവും. ഓരോ സെക്ഷൻ ഓഫീസിലും കാറോ ബൈക്കോ അല്ലെങ്കിൽ താർ പോലുള്ള ജീപ്പുകളോ ഒന്നും കൊടുത്തിട്ടില്ല. അവർക്കുള്ളത് കേവലം ബൈക്കുകളാണ്. ഈ ബൈക്കുകളിൽ വേണം അവർ ഒരു 20 കിലോമീറ്ററോളം വരുന്ന സെക്ഷൻ പരിധിയിൽ സഞ്ചരിക്കാൻ. ഈ ബൈക്കുകളിൽ എണ്ണ അടിക്കുന്നത്, പെട്രോൾ അടിക്കുന്നത് ഓരോ ഓഫീസർമാരാണ്. അത് റീഇംബേഴ്സ്മെൻറ്റ് പോലും കിട്ടാത്ത തുകയാണ് എന്നുള്ളതാണ്. ഇനി അവർക്കാകെ ഈ ഒരു സെക്ഷൻ ഓഫീസറോ ഒരു RRT ഉദ്യോഗസ്ഥനോ ഒക്കെ എവിടെയെങ്കിലും വന്യജീവികൾക്ക് മുന്നിൽ പെട്ടുപോയാൽ അവർക്ക് രക്ഷപ്പെടാനുള്ള ഏക മാർഗം പടക്കം പൊട്ടിക്കുക എന്നുള്ളതാണ്. അത് തന്നെ അപരിഷ്കൃതമായ മാർഗമാണ്. വലിയ ഗുണ്ടുപോലുള്ള പടക്കങ്ങൾ കയ്യിൽ വെച്ച് പൊട്ടിക്കുക എന്നതിന് അപകടമാണ്. പല വാച്ചർമാരുടെയും വിരലുകൾ പോലും നഷ്ടപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കക്കയത്ത് കഴിഞ്ഞ മാസത്തിൽ ആണ് ഒരു സുനിൽ എന്ന് പറയുന്ന ഒരു വാച്ചറുടെ വിരലുകൾ പോലും നഷ്ടപ്പെട്ട് ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടത്. ഇവർക്കൊന്നും തന്നെ ഒരു തരത്തിലുള്ള ധനസഹായമോ ഇൻഷുറൻസോ ഒന്നും വനം വകുപ്പിലില്ല. മാത്രമല്ല, ഈ പടക്കം വാങ്ങാനുള്ള പണം പോലും വനം വകുപ്പിൻ്റെ കയ്യിലില്ല. പലപ്പോഴും ഉദ്യോഗസ്ഥന്മാർ പടക്കം വാങ്ങുന്നു, കയ്യിൽ നിന്ന് പണം ചിലവാക്കുന്നു, അതിൻ്റെ കുടിശ്ശിക വേറെയുണ്ട്. അതായത് പെട്രോൾ കാശും പടക്കത്തിൻ്റെ കാശും ഒക്കെ വേറെയാണ്. അതുപോലെ തന്നെ RRTകൾ ധാരാളമായി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഈ RRTകളിലേക്ക് കൊടുക്കാൻ ഉദ്യോഗസ്ഥരില്ല. പലപ്പോഴും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരോ നിലവിലുള്ള ഉദ്യോഗസ്ഥന്മാരെയോ RRTയിലേക്ക് നിയോഗിക്കുമ്പോൾ വനംവകുപ്പിൻ്റെ സ്വാഭാവികമായ പ്രവർത്തനത്തെ അത് ബാധിക്കുന്നുണ്ട്. RRTകൾ പുതിയതായി രൂപീകരിക്കപ്പെടുമ്പോൾ RRTകൾക്ക് വേണ്ടി പ്രത്യേകമായി നിയമനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതും വന്യജീവി വകുപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി മാറുകയാണ്. പലപ്പോഴും കേന്ദ്ര സഹായം കിട്ടണമെങ്കിൽ സംസ്ഥാനത്തിൻ്റെ വിഹിതം തുല്യമായി നീക്കിവെച്ചാൽ മാത്രമേ പല പ്രൊജക്റ്റുകളിലും, എലിഫൻറ്റ് പ്രൊജക്റ്റിലോ അല്ലെങ്കിൽ ടൈഗർ പ്രൊജക്റ്റിലോ ഒക്കെ പണം കിട്ടണമെങ്കിൽ സംസ്ഥാനം ചെലവാക്കുന്ന തുകയ്ക്ക് തുല്യമായ തുക മാത്രമേ കേന്ദ്രത്തിന് കിട്ടുകയുള്ളൂ. സംസ്ഥാനം നീക്കിവെക്കാത്ത പ്രൊജക്റ്റുകളിലേക്ക് കേന്ദ്രം പണം കൊടുക്കാറില്ല. ഇത്തരത്തിൽ വനം വകുപ്പിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്, അവരുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട്. ശരി, VS രഞ്ജിത്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. വനം വകുപ്പ് പണമില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ധനമന്ത്രി വനം വകുപ്പിലേക്ക് വേണ്ടത്ര തുക നൽകുന്നില്ല എന്നുള്ള വിഷയം കൂടിയുണ്ട്. വനം മന്ത്രി അത് ആവശ്യപ്പെട്ട് നേടിയെടുക്കാനുള്ള ഒരു നിലപാടിലേക്ക് പോകുന്നുമില്ല. കുട്ടമ്പുഴ ഉരുളൻ തണ്ണിയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട എൽദോസിനെ ആർക്കും അങ്ങനെ മറക്കാൻ കഴിയില്ല. ആനപ്പേടിയിലും നാച്ചേരിയിൽ എൽദോസ് പണി കഴിപ്പിച്ച വീട്ടിൽ അച്ഛനും അമ്മയും തനിച്ചാണ്. അടിയന്തര ധനസഹായമായി പ്രഖ്യാപിച്ച 10 ലക്ഷം രൂപയിൽ 5 ലക്ഷം രൂപ മാത്രമാണ് കുടുംബത്തിന് നൽകിയത്. രാത്രി ഉരുളൻതണ്ണിയിൽ KSRTC ബസ് ഇറങ്ങി വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങി പോകും വഴിയാണ് എൽദോസിന് നേരെ ആനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. ആക്രമണത്തിൽ എൽദോസിന്റെ ശരീരം ഛിന്ന ഭിന്നമായിരുന്നു. തിരിച്ചുവരില്ലെന്നറിഞ്ഞിട്ടും ക്നാച്ചേരിയിലെ വീടിന്റെ വരാന്തയിൽ മകനായി 2 മനുഷ്യർ ഇന്നും കാത്തിരിപ്പുണ്ട്. എൽദോസിന്റെ അച്ഛനും അമ്മയും. ആനപ്പേടിയിലും മകന്റെ അധ്വാനത്തിൽ പണിത വീട് വിട്ടുപോകാതെ അവരങ്ങനെ അവിടം ജീവിക്കുന്നു. ആശ്രയം വന്നു, അത് തന്നെ ദൈവം കൊണ്ട് മുന്നോട്ട് പോകുന്ന വെച്ചാൽ ഉറക്കമില്ല. അതിൻ്റെ കാര്യത്തെ പറ്റി ചിന്തകളൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് അടിയന്തര ധനസഹായമായി 10 ലക്ഷം രൂപ നൽകുമെന്ന് കളക്ടർ അന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇതിൽ 5 ലക്ഷം രൂപ മാത്രമാണ് കുടുംബത്തിന് നൽകിയിട്ടുള്ളൂ. പണം 5 ലക്ഷം തന്നാണ്, അത് ഞങ്ങൾ ബാഗിലേക്ക് കിട്ടും. ഈ പെൻഷനൊക്കെ കിട്ടണോണ്ട് അരിയും എടുത്തൊക്കെ പണം ആള് പോയില്ല. ഈ തള്ളക്ക് സുഖമില്ല, ഒന്നവനെ ഞങ്ങൾക്ക് ഇട്ടേച്ച് പോകാനും പറ്റില്ല. ജീവിതത്തിലെ വെളിച്ചം നഷ്ടപ്പെട്ടപ്പോൾ വീടിന്റെ ആ ഇരുട്ടിൽ പരിഭവവും പരാതിയും ഉള്ളിലൊതുക്കി മകന്റെ ഓർമ്മയിൽ അവരങ്ങനെ ജീവിതം തള്ളി നീക്കുന്നു.
കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു കൊല്ലപ്പെട്ട എൽദോസ്. ആനപ്പേടിയിലും ഈ വീട് വിട്ടിറങ്ങാതെ ഈ അച്ഛനും അമ്മയും ഇവിടെ തന്നെ തുടരുന്നതും എൽദോസിന് വേണ്ടിയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ചാൾസ് അഗസ്റ്റിനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി ശ്രീജിതാരാജ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി. കോഴിക്കോട് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ വന്യമൃഗശല്യം രൂക്ഷമാണ്. ആനയും പുലിയും കുരങ്ങും പാമ്പുമെല്ലാം ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്നു. കൃഷി ചെയ്ത് ജീവിക്കാനോ വൈകുന്നേരമായാലൊന്ന് വീടിന് പുറത്തേക്കിറങ്ങാനോ കഴിയാതെ ഉള്ളതെല്ലാം വിറ്റ് നാട് വിട്ടു പോവുകയാണ് പലരും. സംസ്ഥാനത്തെ മിക്ക പഞ്ചായത്തുകളിലും വിഭജനത്തിൽ വാർഡുകളുടെ എണ്ണം കൂടിയപ്പോൾ കോടഞ്ചേരി പഞ്ചായത്തിൽ അതുണ്ടായില്ല. ഇതും വന്യമൃഗശല്യവും തമ്മിൽ എന്താണെന്ന് ചോദിച്ചാൽ ബന്ധമുണ്ട്. വന്യമൃഗങ്ങളെ പേടിച്ച് നാടുവിടുകയാണ് ഒരു ജനത. കോടഞ്ചേരി പഞ്ചായത്തിലെ 7-ാം വാർഡ് കൂരോട്ടുപാറയിൽ പുതുക്കാട്ടിൽ ഗ്രേസിയുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ വീട്ടിലിപ്പോൾ ആൾതാമസമില്ല. ഗ്രേസിയും മക്കളും 6 മാസം മുൻപ് വീടൊഴിഞ്ഞുപോയി. കാരണം മറ്റൊന്നുമല്ല, ആനയുടെയും പുലിയുടെയും ഒക്കെ ശല്യം സഹിക്കവയ്യാതെ പേടിച്ച് വീടൊഴിഞ്ഞുപോയ ഒരു കൂട്ടം മനുഷ്യർ. പൊന്നടത്ത് കണ്ടിയിൽ ശങ്കരനും കിഴക്കുംകര തങ്കച്ചനും പാലത്തടത്തിൽ അനിലും പുരയിടത്തിൽ ബിജുവുമെല്ലാം ഇത്തരത്തിൽ വീടുപേക്ഷിച്ച് പോയവരാണ്. കാട്ടുമൃഗപ്പേടിയിൽ ജനിച്ച നാട്ടിൽ നിന്ന് കുടിയിറക്കപ്പെട്ടവർ. ഇപ്പോൾ ജനസംഖ്യ തന്നെ ഇവിടെ കുറവാണ്. അതുപോലെ തന്നെ വീടുകളെ കണ്ടമാനം ഒഴിഞ്ഞെടുക്കുകയാണ്. ഇതിന് സമീപ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ താഴോട്ട് പോയിട്ട് സ്ഥലം വിറ്റിട്ട് 5 സെന്റൊക്കെ താഴെ വാങ്ങി. കൂരോട്ടുപാറ കലേഷിന്റെ വീട്ടുമുറ്റത്ത് നിന്ന് 3 പട്ടികളെ ഇക്കഴിഞ്ഞ ദിവസം പുലി പിടിച്ചു. രാത്രിയും പകലുമെന്നില്ലാത്ത ഭീതിയിൽ കഴിയുന്നു വീട്ടുകാർ. ഒന്ന് ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയാവോ മോളെ? ഒത്തിരി ദിവസങ്ങളായി ഈ സംഭവം അറിഞ്ഞാൽ പിന്നെ ശരിക്കും ഉറങ്ങിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞ് ഒന്ന് പുറത്തിറങ്ങി മൂത്രമൊഴിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമായിപ്പോയി. ഞങ്ങൾ എത്തുമ്പോൾ പുലിയെ പിടിക്കാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടുമായി എത്തിയെങ്കിലും നാട്ടുകാർക്ക് വകുപ്പിനെതിരെ നിരവധി പരാതികൾ ബാക്കിയാണ്. ഇവിടെ തക്കതായ ഒരു പരിഹാരമാർഗം ആരും സ്വീകരിക്കുന്നില്ല. വനം വകുപ്പാണെങ്കിൽ പോലും വരുന്ന സമയത്ത് വരുന്നു, നാട്ടുകാർക്ക് 4 പടക്കം കൊടുക്കുന്നു, അത് പൊട്ടിക്കുന്നു, അവർ പോകുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കുന്നില്ല. സാധാരണ പുലർച്ചെ 4:30 എഴുന്നേറ്റാണ് റബ്ബർ ടാപ്പിങ്ങിന് പോയിരുന്നത്. വന്യമൃഗങ്ങളെ പേടിച്ച് തൊമ്മിക്കാട്ടിൽ മോനി ടാപ്പിംഗ് പകൽ സമയത്താക്കി. വീട്ടുപറമ്പിൽ അല്പം കപ്പയിട്ടാൽ അതിനു പോലുമില്ല രക്ഷ. ഇത് പന്നി ഇന്നലെ രാത്രി വന്നിട്ട് കളഞ്ഞതാ. ഇത്ര നാളെ ഈ ലൈറ്റ് പോസ്റ്റൽ ലൈറ്റ് ഉണ്ടായിരുന്നു. ആ ലൈറ്റ് പോയി കഴിഞ്ഞപ്പോൾ ഇന്നലെ രാത്രി വന്ന് കളഞ്ഞതാണ് ഈ കപ്പ. ഇതെല്ലാം കപ്പയിടാനും പറ്റത്തില്ല. ഒരു സാധനം കപ്പയോ ചേമ്പോ ഒരു സാധനം നമുക്ക് നട്ട് കഴിക്കാൻ പറ്റുന്നില്ല. എല്ലാം പറിച്ചു കളയാം. മരുതിലാവും ചിപ്പിലിത്തോടുമെല്ലാം ചെറിയ അങ്ങാടികളാണ്. എന്നാൽ 7 മണിക്ക് ശേഷം ഒരൊറ്റ കടയും തുറക്കില്ല. ആനയെ പേടിച്ച് നേരത്തെ വീട്ടിലേക്ക് മടങ്ങും. വനം വകുപ്പിൽ താൽക്കാലിക വാച്ചറായിരുന്ന കുറ്റൻതൊടിക കൃഷ്ണൻകുട്ടിയുടെ 3 കൈവിരലുകൾ ആനയെ ഓടിക്കാൻ പടക്കം പൊട്ടിക്കുന്നതിനിടെ അറ്റുപോയി. നഷ്ടപരിഹാരം കിട്ടിയില്ല. ഒരു പണിക്കും പോകാനും പറ്റുന്നില്ല. ഇത് ആനനെ ഓടിക്കാൻ പോയത് കുണ്ടു പൊട്ടിച്ച കയ്യിൽ നിന്ന് പൊട്ടിയപ്പോൾ പോയതാ. ഇതുവരെ നമുക്കൊരു ഇതും തന്നിട്ടില്ല ആരും. പക്ഷെ നമ്മളെ വീട്ടിൽ നമുക്ക് താമസിക്കാനൊരു സൗകര്യം വേണ്ടേ. രാത്രി ഒന്ന് മൂത്രമൊഴിക്കാൻ വരെ പുറത്തിറങ്ങാൻ പറ്റൂല. ആനയും കടുവയും പുലിയും പാമ്പും കുരങ്ങും മാനും വനാതിർത്തി ഗ്രാമങ്ങളിലെ മനുഷ്യരുടെ സ്വൈര്യജീവിതം നഷ്ടപ്പെട്ടിട്ട് നാളുകളേറെയായി. ഒരു ട്രെഞ്ച് കൊണ്ടുപോലും അതിരിട്ടിട്ടില്ലാത്ത ഈ ഗ്രാമങ്ങളിൽ ഭയം പുതച്ചുറങ്ങുന്ന മനുഷ്യരെ ഇനിയും കണ്ടില്ലെന്ന് നടിക്കരുത്. വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ സാനിയോ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്. കഴിഞ്ഞ ദിവസം ആന ചവിട്ടിക്കുന്ന തിരുവനന്തപുരം അരിപ്പ ശാസ്താനട സ്വദേശി ബാബുവിന്റെ കുടുംബത്തിന്റെ അവസ്ഥ ദയനീയമാണ്. കമ്പ് വെച്ചുകെട്ടി ടാർപോളിൻ വലിച്ചുകെട്ടിയാണ് താമസം. അതും കാടിനോട് ചേർന്ന്. വനം വകുപ്പ് കൊടുത്ത 10,000 രൂപയെ കുടുംബത്തിനാകെ സർക്കാർ സഹായമായി കിട്ടിയിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസം മാങ്കയത്തെ കുളത്തുപ്പുഴ ഫോറസ്റ്റിൽ വെച്ച് ആന ചവിട്ടി കൊലപ്പെടുത്തിയ ബാബുവിൻ്റെ വീട് ഇരിക്കുന്ന സ്ഥലത്താണ് നമ്മളുള്ളത്. ഇതിനെ വീട് എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കതിൽ സംശയമുണ്ട്. കുറച്ച് കമ്പ് വച്ചിരിക്കുന്നു, മേളിലൊരു ടാർപോളിൻ മാത്രമുള്ള ഒരു സംവിധാനം. കാടിനോട് ചേർന്നാണ്. ഈ കാണുന്നത് ജണ്ടയാണ്. ഇങ്ങോട്ട് ഇപ്പോൾ നമ്മൾ നിന്ന സ്ഥലം കാടാണ്. ഇത് കഴിഞ്ഞാണ് അവരുടെ വീടുള്ളത്. 3 ദിവസം കണ്ടിരുന്നില്ല ഇദ്ദേഹത്തെ. അതിനുശേഷമാണ് വീട്ടുകാർ അന്വേഷണം നടത്തുന്നത്. ഇത് അമ്മയാണ്. സാധാരണഗതിയിൽ ഇങ്ങനെ പണിക്ക് പോയി 3 ദിവസമൊക്കെ കഴിഞ്ഞാണോ തിരിച്ചു വരാറ്? 3-4 ദിവസമൊക്കെ കഴിഞ്ഞാണ് തിരിച്ചു വരണത്. അന്ന് 3 ദിവസം കഴിഞ്ഞ് തിരിച്ച് വരാത്തതുകൊണ്ട് നമ്മൾ ചിറ്റപ്പൻ്റെ വീട്ടിലാണ് പണിക്ക് പോയത്. അവൻ്റെ ചിറ്റപ്പൻ്റെ വീട്ടിൽ. അപ്പോൾ നമ്മൾ 3 ദിവസം കഴിഞ്ഞ് വരാത്തതുകൊണ്ട് നമ്മൾ അവിടെ വിളിച്ച് ചോദിച്ചാൽ പറഞ്ഞ് അങ്ങ് ചെന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവരിങ്ങോട്ട് തിരക്കി വന്ന് ഇപ്പോഴത്തേക്കാണ് കണ്ടില്ലെന്ന് അവരും പറയുന്നത്. അങ്ങനെ പിന്നെ അവിടെ പോയെന്നും പറഞ്ഞ് തിരക്കം ചെയ്തപ്പോഴാണ് നമ്മളിത് അറിയണത്. അദ്ദേഹത്തിന് 2 ഭാര്യമാരായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു
ഭാര്യയാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ഒന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഒരു 10-18 വർഷം കൊണ്ട് ഇവിടുന്ന് ചെറിയൊരു പ്രശ്നമായി മാറി മറവഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാനും എൻ്റെ 2 മക്കളും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വരും പോവും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം മരണം ഇങ്ങനെ കാണാനില്ലെന്ന് അറിഞ്ഞ് ഞങ്ങൾ വന്നു. അങ്ങനെ ഇവിടെ വന്ന് നിൽക്കുന്നു. ഈ വീട്ടിൽ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നത് മറ്റൊരു ഭാര്യയും കുഞ്ഞുങ്ങളുമാണ്. അതാണ് ഈ ചേച്ചി 2 ദിവസമായി കാണാത്തപ്പം പിന്നെ ചേച്ചി ബന്ധുക്കളെ 3 ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞ് വന്നില്ല. അന്നേരം ബന്ധുക്കാർ വീട്ടിൽ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആളവിടെ എത്തിയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവർ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ എത്തി കാണുമെന്ന് അവരും വിചാരിച്ചിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു ഇല്ല ഇനി എത്തിയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവരിവിടെ തിരക്കി വന്നപ്പോൾ പറഞ്ഞാൽ ആളങ്ങ് എത്തിയില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവങ്ങളെ പറഞ്ഞു വിട്ടത്. ഞാൻ ഈ അന്വേഷിച്ച് പോയപ്പം ആദ്യം കണ്ടത് നിങ്ങളാണെന്ന് തോന്നുന്നു അല്ലേ? ആന ചവിട്ടിയതാണെന്ന് തന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു. എന്താ അവസ്ഥയെന്ന് പറഞ്ഞാൽ ആദ്യം കണ്ടപ്പോൾ തന്നെ ഈ അവിടെ പണിക്കൊണ്ടുപോയ തുണികൾ, എൻ്റെ മാമൻ പണിക്കൊണ്ടുപോയ തുണികളൊക്കെ വലിച്ചു കയറി ആന ദൂരെ എറിഞ്ഞേക്കുന്നതാണ് ആദ്യം കണ്ടത്. പിന്നെയാണ് താഴെ ബോഡി കിടക്കുന്നത് കണ്ടത്. അത്രയേ എനിക്കറിയാവൂ. നിങ്ങൾ പോകുന്ന സമയത്ത് അവിടെ ആന അതിന് തൊട്ട് താഴെ ആന ഉണ്ടായിരുന്നു. നിങ്ങൾ കാണുന്നുണ്ടായിരുന്നു. കണ്ടിട്ടാണ് അങ്ങോട്ട് കയറി പോയത്. ഇവിടെ നിന്ന് ഏതാണ്ട് നമ്മൾ ഈ മൃതദേഹം കണ്ട സ്ഥലത്ത് കുറച്ച് മുമ്പ് പോയിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ ഏതാണ്ട് ബൈ റോഡ് ഒരു 20-25 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ ഈ ബാബു ഇവിടുന്ന് കാട്ടിലൂടെ നേരെ ആ സ്ഥലത്തേക്ക് പോയാൽ കുറച്ച് നടക്കാൻ മാത്രമേ ഉള്ളൂ, ചെറിയ നടപ്പുവഴി മാത്രമേ ഉള്ളൂ, പക്ഷെ കുറച്ച് ദൂരമേ ഉള്ളൂ. അങ്ങനെയാണ് അദ്ദേഹം പോകുന്നത്. ഇത് അവസാനം ഒരു വീട് വെക്കാൻ ഈ നമ്മൾ നേരത്തെ വീടിൻ്റെ അദ്ദേഹം താമസിച്ചിരുന്ന ആ സ്ഥലം കണ്ടു. അതിൽ നിന്നൊക്കെ മാറി ഭാര്യയും കുട്ടികളും അമ്മയും അച്ഛനും ഒക്കെ താമസിക്കാൻ സ്വപ്നം കണ്ട് തറയിട്ട് കട്ട പൊക്കി ഇനി വാർക്കണം, അല്ലെങ്കിൽ മേളിൽ ഷീറ്റോ ഓടോ മറ്റോ ഇടണം എന്നൊരു അവസ്ഥയിൽ നിന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സഹായവും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് ഭാര്യയും അമ്മയുമൊക്കെ പറയുന്നത്. ആകെ വനം വകുപ്പ് നൽകിയ ഒരു 10,000 രൂപ മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനയനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റ് വലതുകാൽ നഷ്ടമായ വയനാട് നീർവാരം സ്വദേശി തമ്പിക്ക് 8 വർഷമായിട്ടും സർക്കാർ സഹായം ലഭിച്ചില്ല. മുൻപ് തെങ്ങുകയറ്റമായിരുന്നു ജോലി. കാൽ മുറിച്ചു മാറ്റിയതോടെ തമ്പിയുടെ ജീവിതം വഴിമുട്ടി. സർക്കാർ സഹായത്തിനായി എന്നെങ്കിലും അധികൃതർ കനിവുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് തമ്പി. 2017 ജൂൺ 6-ാം തീയതി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് നീർവാരം സ്വദേശി തമ്പി കാട്ടാനയുടെ മുന്നിൽപ്പെടുന്നത്. ആനയുടെ ആക്രമണത്തിൽ തമ്പിയുടെ തോളലിന് പൊട്ടലുണ്ടായി. ഗുരുതരമായി പരിക്കേറ്റ തമ്പിയുടെ വലത്തേക്കാൽ പിന്നീട് മുറിച്ചുമാറ്റി. അന്നേരം അവിടെ പുല്ലുണ്ടായിരുന്നു, കുറെ കാൽത്തീറ്റ. അതിന് നടുവിന് ഒരു പ്ലാവ് ഉണ്ടായിരുന്നു. ഈ പ്ലാവിന് മുകളിലുള്ള ചക്ക പൊള്ളും കുലുക്കി ആനയ്ക്ക് ആ ചക്ക കിട്ടാത്തതുകൊണ്ട് കിട്ടാത്ത കേസിലാണ് ആന കൊണ്ട് കയറി വരുള്ളൂ. ഞാൻ ഇറങ്ങിപ്പോയപ്പോൾ തന്നെ എന്നെ പിടിച്ച് എറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ സോളാറിൻ്റെ ജെല്ല് പൊട്ടി. രണ്ടാമത് വന്നു എന്നെ ചവിട്ടിയതാണ് എൻ്റെ കാലിന് കിട്ടിയത്. വലത്തേക്കാൽ നഷ്ടമായതോടെ തെങ്ങ് കയറാൻ കഴിയാതെ ഉപജീവനം മുടങ്ങി. സർക്കാർ സഹായമായി ആകെ ലഭിച്ചത് 75,000 രൂപ മാത്രമാണെന്ന് തമ്പി പറയുന്നു. ജോലി നൽകാമെന്ന വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴും അത് വാഗ്ദാനമായി തുടരുന്നു. അവർ തരാമെന്ന് പറഞ്ഞത് അത് കിട്ടിയില്ല. ഒരു കുറച്ച് പൈസ കൂടി കിട്ടാനുണ്ട്. അവർ പറഞ്ഞ് അവർക്ക് 3-4 പ്രാവശ്യം അവർ വന്നു. അവർ പറഞ്ഞു ഇത് പേപ്പറെല്ലാം കൊണ്ടുകൊടുക്കും, ഇന്നലെ കിട്ടുള്ളൂ എന്ന്. അത് കൊണ്ടുകൊടുത്ത് ഇതുവരെ അവർ തിരിഞ്ഞു നോക്കിയില്ല. ഉദാരമനസ്കരുടെ സഹായത്താൽ ലഭിച്ച ക്രച്ചസിന്റെ സഹായത്തോടെയാണ് തമ്പി ഇപ്പോൾ നടക്കുന്നത്. നാട്ടുകാർ ഇപ്പോൾ ആനത്തമ്പി എന്നാണ് വിളിക്കാറ്. അങ്ങനെ വിളിക്കുന്നവരുടെ മുഖത്ത് നോക്കി തമ്പി ഒന്ന് മന്ദഹസിക്കും. വിധി സമ്മാനിച്ച ദുരനുഭവത്തിന് നേരെ ദൃഢനിശ്ചയത്തോടു കൂടിയുള്ള ഒരു മന്ദഹാസം. വീഡിയോ ജേർണലിസ്റ്റ് അതുൽ ആംബ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ, ഇൻ റിപ്പോർട്ടർ, വയനാട്. വനംവകുപ്പിനും കേന്ദ്രത്തിനുമെതിരെ രൂക്ഷ വിമർശനവുമായി താമരശ്ശേരി ബിഷപ്പ് റെമജിയോസ് ഇഞ്ചനാനിയൽ.
വനം വകുപ്പിന്റെ ഉദ്ദേശശുദ്ധി സംശയാസ്പദമാണ്. മൃഗാധിപത്യ സംവിധാനമായി വനം വകുപ്പ് മാറിയെന്നും വന്യജീവി സംരക്ഷണം സംസ്ഥാന വിഷയമാണെന്ന് പറഞ്ഞ് കേന്ദ്രം കൈയൊഴുകിയാണെന്നും ബിഷപ്പ് കുറ്റപ്പെടുത്തി. വന്യമൃഗങ്ങൾ നാട്ടിലേക്കിറങ്ങിയാൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ഉത്തരവാദികളാക്കണമെന്നും ദീപിക പത്രത്തിലെഴുതിയ ലേഖനത്തിൽ വിമർശനമുണ്ട്. അർജുൻ മട്ടന്നൂർ വിവരങ്ങൾ നൽകും. അർജുൻ, നേരത്തെയും സഭ അതിരൂക്ഷമായി ഈ വന്യജീവി ആക്രമണങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചിരുന്നു. ഇപ്പോൾ ലേഖനമായി വരികയാണ്. താമരശ്ശേരി ബിഷപ്പിന്റെ ലേഖനത്തിൽ എന്താണ് പ്രധാനമായും പറയുന്നത്? സ്മൃതി, വന്യമൃഗ ആക്രമണങ്ങളും മരണങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ദീപിക ദിനപത്രത്തിൽ KCBC ജാഗ്രതാ കമ്മീഷൻ വൈസ് ചെയർമാൻ കൂടിയായ താമരശ്ശേരി ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയൽ ലേഖനം എഴുതിയിരിക്കുന്നത്. മൃഗാധിപത്യ സ്ഥാപകരോ വനംവകുപ്പ് എന്ന തലക്കെട്ടിലാണ് ലേഖനം എഴുതിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും വനംവകുപ്പിനും വനം മന്ത്രിക്കും രൂക്ഷ വിമർശനമാണുള്ളത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെയും ഈ ലേഖനത്തിൽ വിമർശിക്കുന്നുണ്ട്. വന്യമൃഗങ്ങൾ നാട്ടിലേക്കിറങ്ങിയാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഉത്തരവാദികളാക്കണം. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മേൽ മന്ത്രിക്ക് പോലും നിയന്ത്രണമില്ലാത്ത സാഹചര്യമാണ്. ജനവിരുദ്ധ നടപടികൾക്ക് പിന്നിൽ സർവീസിലുള്ളവരും അതോടൊപ്പം തന്നെ വിരമിച്ചവരുമായ ചില ഉദ്യോഗസ്ഥരാണ്. വനംവകുപ്പിന്റെ ഉദ്ദേശശുദ്ധി സംശയാസ്പദമാണ്. മൃഗാധിപത്യ സംവിധാനമായി വനംവകുപ്പ് മാറി. വന്യജീവി സംരക്ഷണം സംസ്ഥാന വിഷയമാണെന്ന് പറഞ്ഞ് കേന്ദ്രം കൈയൊഴിയുകയാണ്. വനനിയമം പരിഷ്കരിക്കണമെന്നും ഈ ലേഖനത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. 1972 വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അത് കേന്ദ്ര സർക്കാർ നിരാകരിക്കുകയാണ് ചെയ്തത്. കേന്ദ്രവും സംസ്ഥാനവും പരസ്പരം പഴിചാരുകയാണ്. ഇങ്ങനെ പോയാൽ ആയിരക്കണക്കിന് ആളുകൾ നാട് വിട്ട് പോകേണ്ടി വരുമെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട്. സമാന്തര സ്വതന്ത്ര ഭരണ സംവിധാനം പോലെയാണ് വനംവകുപ്പ് പ്രവർത്തിക്കുന്നത്. മന്ത്രിസഭയ്ക്ക് ഈ വനംവകുപ്പിൽ സ്വാധീനം ഒന്നും തന്നെയില്ല. വനനിയമ പരിഷ്കരണ ബിൽ പിൻവലിക്കുന്നു എന്ന് സർക്കാർ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഈ വനംവകുപ്പിലെ സംഘടനയായ കേരള ഫോറസ്റ്റ് റേഞ്ചേഴ്സ് അസോസിയേഷൻ അതിൽ അതിനെതിരെ പ്രമേയം പാസാക്കി. ആ പ്രമേയം പാസാക്കുന്ന ചടങ്ങിൽ അധ്യക്ഷനായത് വനം മന്ത്രിയാണ്. 10 വർഷത്തിനുള്ളിൽ 21 കോടി രൂപയുടെ വാഹനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ മനുഷ്യന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ വേണ്ടിയല്ല ഇത് എന്നും ഈ ലേഖനത്തിൽ വിമർശിക്കുന്നുണ്ട്. ജനങ്ങളെ സംരക്ഷിക്കാത്ത സേനയ്ക്ക് എന്തിനാണ് ഇത്രയും സന്നാഹങ്ങളെന്നും ചോദിക്കുന്നുണ്ട്. അതിരപ്പള്ളിയിലെ ആനകളെ ചികിത്സിക്കാനും വയനാട്ടിലെ കടുവകൾ ചത്ത സംഭവം അന്വേഷിക്കാനും വനം വകുപ്പും വനമന്ത്രിയും കാണിക്കുന്ന ആവേശത്തിന്റെ 100-ൽ 1 ഈ വന്യമൃഗങ്ങൾ കാരണം കൊല്ലപ്പെടുന്ന ആളുകളുടെ കാര്യത്തിൽ ഉണ്ടോ എന്നും ലേഖനം ചോദിക്കുന്നുണ്ട്. അത്തരത്തിൽ രൂക്ഷമായ വിമർശനമാണ് ദീപിക ദിനപത്രത്തിൽ ഇന്ന് വന്ന KCBC ജാഗ്രതാ കമ്മീഷൻ വൈസ് ചെയർമാൻ കൂടിയായ ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയലിന്റെ ലേഖനത്തിലുള്ളത്. ശരി, അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. കാട്ടാനാക്രമണം രൂക്ഷമായതോടെ കുട്ടമ്പുഴയിൽ നിന്ന് പലരും ഒഴിഞ്ഞു പോവുകയാണ്. രാത്രി 6 മണിക്ക് ശേഷം വീടിന് പുറത്തിറങ്ങാൻ ഇവർക്ക് ഭയമാണ്. ആനയെ പിടിച്ച് ജോലി സമയം വരെ മാറ്റേണ്ടി വരികയാണ് പ്രദേശത്തെ പലർക്കും. ആന ഇറങ്ങുന്നത് കൂട്ടത്തോടെയാണെന്നും മഴക്കാലത്ത് ആന വരുന്നത് അറിയില്ല എന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. അഞ്ജലി ശ്രീജിതരാജിന്റെ റിപ്പോർട്ടിലേക്ക്. ആന ചവിട്ടിക്കൊന്ന് ഒരാൾ മരിച്ച കുട്ടമ്പുഴയിലാണ് നമ്മളിപ്പോഴുള്ളത്. ഇവിടെ ഇപ്പോഴും അതിരൂക്ഷമായ ആനശല്യമാണ്. രാത്രി എന്നില്ല പകലിൽ നിന്നില്ല ആനയുടെ ശല്യം ഇവിടെ അതിരൂക്ഷമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആളുകളെല്ലാം വളരെ പേടിയോടെയാണ് ഇവിടെ കഴിയുന്നത്. ചേച്ചി, എങ്ങനെയാണ് ആനശല്യം ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലാതെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലേ? ഒരു മാറ്റമല്ല, ഇപ്പോഴും ആനയുണ്ട്. നമുക്ക് നടക്കാനൊക്കെ ഞങ്ങൾ നടന്നു പോകാൻ പറ്റാത്തവരെ ഞങ്ങൾ ഓട്ടോറിക്ഷയ്ക്കാണ് പോണത്. നടന്നുകൊണ്ട് സ്ഥാനത്തും ബസ്സിലൊക്കെ പോണത്. കാരണം ആന വഴിയിലുണ്ട് പകലും. എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഏത് സമയത്ത് ആന വരുന്നത്? ആനയുടെ ശല്യം കൂടുക വേറെ നല്ല തോട്ടിൽ വെള്ളമൊക്കെ പറ്റി തുടങ്ങിയല്ലോ. അപ്പോൾ ആന ഇറങ്ങും. അത് വീട്ടിൽ കിണറ്റിലും കിണറാലും മാത്രമല്ല നമ്മളെ പുറത്ത് വെള്ളം പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുറ്റിയും മറച്ചിട്ട് കഴിക്കാനുള്ള ഇതൊക്കെ ഉണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്ത ട്രെഞ്ചൊക്കെ താത്തി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം സാറന്മാർ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. 2 ദിവസം വന്ന് ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ സാറന്മാർ വന്ന് അവർ ആന വന്ന് പന്തം കത്തിച്ച് ഓടിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അതിപ്പോൾ പോയി. പിന്നെ ഇനിയിപ്പോൾ അവിടെ ആ അടുത്തിടെ തന്നെ ട്രെഞ്ച് താത്തി വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ വീടിൻ്റെ അടുത്ത്. അപ്പം ഈ ആൻറ്റി അവിടെ റബ്ബർ വെട്ടമ്മ ഉണ്ട്. പേടിച്ചിട്ട് റബ്ബർ വെട്ടൊക്കെ കഴിഞ്ഞപ്പോൾ രാവിലെ വെളുപ്പിനൊക്കെ അല്ലേ വെട്ടിക്കണത്. ഇതിപ്പോൾ 7 മണി 8 മണിയാകുമ്പോൾ വന്നിട്ട് വെട്ടണേ. ആ സാഹചര്യമായി. ആനയെ പേടിച്ച് നേരത്തെ വെട്ടാൻ പോകും. നേരത്തെ നമ്മൾ 5 മണിക്കൊക്കെ 3 മണിക്കൊക്കെ വെട്ടാൻ പോകും. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ 8 മണി കഴിഞ്ഞാലും വെട്ടം വെച്ചാലും വെട്ടാൻ പേടിയാണ്. അതെന്ന് ആന ബൗണ്ടറിക്ക് പറമ്പിന് പുറത്ത് നിൽക്കുക പേടിച്ചിട്ട്. എങ്ങനെ ആനേനെ എങ്ങനെയാ പ്രതിരോധിക്കുന്നത്? ഇപ്പം ആന വരുന്ന സ്ഥലം സാർമാർ ചെയ്ത് കഴിഞ്ഞാൽ സാർമാർ ഇവിടെ ഓടിക്കുമ്പോൾ അപ്പുറം ഇറങ്ങും.
അവർ അങ്ങനെ ഓടിച്ചു ട്രെഞ്ച് കാട്ടി കഴിഞ്ഞപ്പോൾ കുറച്ച് ഓർമ്മ വരും. അവർ നേരം വെളുക്കുന്നവർ കിടക്കാണ്ട് കിടന്നു. ഒരു മനുഷ്യൻ്റെ ജീവൻ പോകുന്നവരെ കാണാൻ ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്ന സാർമാർ നേരം വെളുക്കുന്നവർ ആനേനെ ഓടിച്ചു കൊടുക്കും. അവർക്ക് അവരുടെ കഴിവിൻ്റെ മോഹമായിട്ട് അവർ ചെയ്യുന്നുണ്ട്. ഞാൻ പുറത്ത് കൂലിപ്പണിക്ക് പോണ ആളാണ്. കൂലിപ്പണിക്ക് വെച്ച് വരുമ്പോൾ ചില സമയത്ത് 7 മണി 5 മണി എന്നൊന്നുമില്ല, ഏത് സമയത്തും ആന. ഇപ്പോൾ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ പോക്കണ്ടല്ലോ, പിന്നെ സാറുമാർ വിളിച്ചുകൊണ്ടാണ് പോകുന്നത് വീട്ടിലേക്ക്. സ്ത്രീകളും കുട്ടികളും 5 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങില്ല. വൈകിട്ട് 5 മണി കഴിഞ്ഞാൽ അവർ പോകാനും പറ്റില്ല, വരാനും പറ്റില്ല. പിന്നെ ആണുങ്ങളാരെങ്കിലും വന്ന പോലെ ആനയൊക്കെ വരുവാണെങ്കിൽ പടക്കം പൊട്ടിച്ച് അങ്ങനെയൊക്കെയാണ് പോകാൻ പറ്റുള്ളൂ. ഇതാണ് കുട്ടമ്പുഴയിലെ മനുഷ്യരുടെ അവസ്ഥ. ആനയെ പേടിച്ച് ജോലി സമയം വരെ മാറ്റേണ്ടി വരികയാണ് ഈ ജനങ്ങൾക്ക്. ഇനി എന്താണ് മുന്നോട്ടേക്ക് ചെയ്യേണ്ടതെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഇവർ. വീഡിയോ ജേർണലിസ്റ്റ് ചാൾസ് അഗസ്റ്റിനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി ശ്രീജിതാരാജ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി. കാട്ടാന ഭീതി ഒഴിയാതെ പത്തനംതിട്ട പുളിയൻ കുന്നുമല നിവാസികൾ. കഴിഞ്ഞ ഏപ്രിലിൽ പ്രദേശവാസി ബിജു മാത്യുവിനെ കാട്ടാന ചവിട്ടിക്കൊന്നും ഇതുവരെ ഫെൻസിംഗ് ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. കുടുംബാംഗത്തിന് ജോലി എന്ന വാഗ്ദാനവും നടപ്പായില്ല എന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ബിജു മാത്യുവിന്റെ കുടുംബാംഗങ്ങൾ വീട്ടിലിപ്പോൾ താമസമില്ല. അതേസമയം പ്രദേശത്ത് കാട്ടാന, കാട്ടുപോത്ത് എന്നിവയുടെ ശല്യം ഇപ്പോഴും രൂക്ഷമാണ്. പ്രവീൺ പുരുഷോത്തമന്റെ റിപ്പോർട്ടിലേക്ക്. ഈ ഫോട്ടോ ഒരു ഓർമ്മപ്പെടുത്തലാണ്. പത്തനംതിട്ട തുലാപ്പള്ളി പുളിയൻകുന്നുമലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബിജു മാത്യു. 2024 ഏപ്രിൽ 1 കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. അന്ന് ഈ വീട്ടിൽ ബിജു മാത്യുവും ഭാര്യ ഡെയ്സിയുമാണ് ഉണ്ടായിരുന്നത്. കൃഷിയിടത്തിൽ നിന്നും കാട്ടാനയുടെ ശബ്ദം കേട്ട് കാട്ടാനയെ തുരത്തി ഓടിക്കാൻ ബിജു മാത്യു ഇറങ്ങിയതാണ്. ഈ സമയമാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ഇപ്പോൾ ഈ വീട്ടിൽ കുടുംബാംഗങ്ങൾ ഒന്നും തന്നെയില്ല. അവർ മറ്റൊരിടത്തേക്ക് താമസം മാറി. ബിജു മാത്യു കൃഷിക്കാരനായിരുന്നു. വീട്ടിൽ പശു വളർത്തൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ദൃശ്യത്തിൽ കാണാം, ഇവിടെയുണ്ടായിരുന്ന തൊഴുത്തിൻ്റെ ദൃശ്യമാണിത്. അത് ഇപ്പോൾ അനാഥമായി കിടക്കുന്നു. പശുക്കൾ ഒന്നുമില്ല. ഇത് ബിജു മാത്യുവിൻ്റെ കിളികളെ വളർത്തിയിരുന്ന കൂടായിരുന്നു, കിളിക്കൂടായിരുന്നു. ആ കിളിക്കൂടും ഇപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്നു. മറ്റൊരു ദൃശ്യം കൂടിയുണ്ട്, പട്ടിക്കൂട് നമുക്ക് കാണാം. ആ പട്ടിക്കൂടും ഇപ്പോൾ ഇവിടെ അനാഥമായി കിടക്കുകയാണ്. ബിജു മാത്യുവിൻ്റെ മൂത്ത ചേട്ടൻ അനിയും കുഞ്ഞും അദ്ദേഹത്തിൻ്റെ പത്നിയും നമ്മോടൊപ്പമുണ്ട്. അന്ന് സർക്കാർ ചില വാഗ്ദാനങ്ങളൊക്കെ നൽകിയിരുന്നല്ലോ. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിച്ചു. വേറെ എന്തൊക്കെയാണ് നിങ്ങളോട് പറഞ്ഞിരുന്നത്? അവർ പറഞ്ഞിരുന്നത് ആർക്കെങ്കിലും അവർ കുടുംബത്തിലുള്ളവർക്ക് ജോലി കൊടുക്കാം. അതുവരെ കൊടുത്തിട്ടില്ല. പിന്നെ ഉടനെ തന്നെ ഫെൻസിങ് വലിക്കാമെന്ന് MLAയും ഫോറസ്റ്റ് വകുപ്പും പറഞ്ഞാൽ അതുവരെ ചെയ്തിട്ടില്ല. നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാരിനോട് എന്താ പറയാനുള്ളത്? സർക്കാർ പറയാൻ എത്രയും അവർക്ക് ഫോറസ്റ്റ് വകുപ്പിൽ എന്ന് പറഞ്ഞാൽ എവിടെയും നല്ലൊരു ജോലി അവർക്ക് കൊടുക്കണം. മക്കൾ 2 പേരുണ്ട്. അവർക്ക് ജോലി കൊടുത്താലേ ജീവിക്കാൻ നിർവാഹമുള്ളൂ. ബിജു മാത്യുവിൻ്റെ വീടിന് സമീപത്തുള്ള ഈ ഭാഗത്ത് വെച്ചാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. അയൽപ്പക്കത്തെ വീട്ടിലെ പുരയിടത്തിൽ കൂടിയാണ് കാട്ടാന ഈ ഭാഗത്തേക്ക് വന്നത്. ഇപ്പോഴും നമുക്കിവിടെ ദൃശ്യത്തിൽ കാണാൻ സാധിക്കും. ഈ കാട്ടുപന്നി ഉൾപ്പെടെയുള്ളവയെ തടയുന്നതിന് വേണ്ടി തകര ഷീറ്റ് ഈ ഭാഗത്ത് വെച്ചിരിക്കുന്നത് കാണാം. പക്ഷേ അതുകൊണ്ടും കർഷകർ പറയുന്നത് പ്രയോജനമില്ല എന്നുള്ളതാണ്. ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? ഇപ്പോഴേ പറയാത്ത ശല്യമില്ല. എന്നാലും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ വന്നായിരുന്നു. കഴിഞ്ഞ ആഴ്ച വന്ന് തൊട്ടപ്പുറത്തെ പറമ്പിൽ നിന്ന് ഒരു 5-8 മൂട് കമ്മൊക്കെ തള്ളി നശിപ്പിച്ചിട്ട് പോയേക്കുക. ബാക്കി ഏതൊക്കെ മൃഗങ്ങളുടെ ശല്യമുണ്ട് ഇവിടെ? ബാക്കി കാട്ടുപോത്ത് സ്ഥിരമുണ്ട്, പിന്നെ പന്നിയുണ്ട്, അതുപോലെ ഈ വെങ്ങാന്, അതുപോലെ കൊക്കൊന്നും കിട്ടത്തില്ല. അന്ന് ഈ കാട്ടാൻ ഇവിടെ വന്നിരുന്നു അല്ലെ? ഈ പുരയിടത്തിൽ വന്നിട്ടാണ് അപ്പുറത്തേക്ക് പോയത്. ഈ തെങ്ങാണ് അച്ഛൻ്റെ തുടരെ തെങ്ങാൻ, അച്ഛനെ ദയിപ്പിച്ച് ആ തെങ്ങ് തെളിയിട്ടാണ് അങ്ങോട്ട് ചെന്നവനെ. ആ തെങ്ങാണ് ഇപ്പോഴും കിടക്കുന്നത് അവിടെ. നിങ്ങൾക്ക് ഇപ്പോഴും ഭയമുണ്ടല്ലേ ഇവിടെ കഴിയുന്നതിന്? ഭയമല്ല, നമ്മുടെ ഒരു കൂട്ടുകാരൻ നഷ്ടപ്പെടുന്നൊരു ദുഃഖമുണ്ട്, അത്രേ ഉള്ളൂ. ഭയമൊന്നുമില്ല. കൃഷിക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം. കൃഷിക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. വന്യമൃഗങ്ങളോട് മല്ലടിച്ച് തന്നെയാണ് ഈ മലയോര മേഖലയിലെ കർഷകർ അവരുടെ ജീവിതം പടുത്തുയർത്തിയത്. അവർക്ക് ഭയമില്ല എന്ന് പറയുമ്പോൾ പോലും പക്ഷേ അവരുടെ ഉപജീവന മാർഗമാണ് ഇല്ലാതാകുന്നത്. ഒപ്പം തങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ വീടിൻ്റെ തൊട്ട് മുന്നിൽ വെച്ച് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അവരെ വലിയ മാനസിക ആഘാതത്തിലേക്കും അവരെ നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദൃശ്യത്തിൽ കാണാം, അന്ന് ബിജു മാത്യുവിനെ ആക്രമിച്ച കാട്ടാന ഈ തെങ്ങ് കുത്തിമറിച്ചിട്ട ശേഷമാണ് അടുത്ത പുരയിടത്തിലേക്ക് പോയത്. ആ തെങ്ങ് ഇപ്പോഴും ഈ ഭാഗത്ത് അങ്ങനെ തന്നെ കിടക്കുന്നു. ഇതും ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട. വന്യമൃഗങ്ങൾ പടർത്തുന്ന ഭീതിയും കൃഷിനാശവും മൂലം ദുരിതത്തിലാണ് കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖല. ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ചിട്ടുള്ള സൗരോർജ്ജ വേലികൾ പോലും തകർത്താണ് വന്യജീവികളുടെ സ്വൈരവിഹാരം. നഷ്ടപരിഹാരത്തിനായി അധികൃതരെ സമീപിക്കാറുണ്ടെങ്കിലും കാര്യമുണ്ടാകാറില്ല എന്ന് കൃഷിക്കാർ പറയുന്നു. ആനയും കാട്ടുപോത്തും കാട്ടുപന്നിയും പിന്നെ കുരങ്ങും. വേനൽ കടുത്തതോടെ പുലിയുടെ ശല്യവും. പകൽ പോലും പുറത്തിറങ്ങാൻ പോലും ഭയക്കുകയാണ് കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖല. കുളത്തൂപ്പുഴ
ചോഴിയക്കോട് മിൽപ്പാലം ഭാഗത്തെ താമസക്കാരുടെ ദുരവസ്ഥയാണിത്. നമുക്കിവിടെ ജീവിക്കാനൊക്കത്തില്ല. നമ്മൾ എന്ത് കൃഷി ചെയ്താലും അതെല്ലാം ആനയും പോത്തും പന്നിയും എല്ലാം കൊണ്ടുപോകുന്നു. പിന്നെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? റബ്ബറുള്ളത് റബ്ബർ മൊത്തം ഒടിച്ചു കളയുന്ന ആന. രാത്രിയായി ഉറങ്ങിയിട്ടില്ല. ഞങ്ങൾ എത്രയോ നാളുകളായി ഉറങ്ങിയിട്ട്. ഉദ്യോഗസ്ഥന്മാരെല്ലാം വിളിക്കുമ്പോൾ അപ്പോൾ തന്നെ അവർ വരുന്നുണ്ട്. അവർ വന്ന് നോക്കിയിട്ട് ഒരു ആനയെ ഓടിച്ചിട്ട് അവർ തിരിച്ചു പോകും. കൃഷിയിടത്തിലെ ഒരു വർഷത്തെ അധ്വാനത്തിന് പലപ്പോഴും വില്ലനായി വന്യമൃഗങ്ങളെത്തും. എല്ലാ പ്രതീക്ഷകളും നശിപ്പിച്ച മൃഗങ്ങൾ കാട്ടിലേക്ക് മടങ്ങും. ചിലപ്പോൾ ഇവ ജീവനും ഭീഷണിയാണ്. ഈ പ്രദേശത്ത് കാട്ടുമൃഗങ്ങളുടെ ശല്യം വളരെ കൂടുതലാണ്. കാട്ടുപോത്തും ആനയും കുരങ്ങ് പന്നി ഇവകൾ കാരണം കൃഷികൾ ഒന്നും ചെയ്യാൻ വയ്യ. ഈ തോട്ടം തന്നെ 10-300 മരങ്ങളുണ്ടായിരുന്നു. ഇനി അവശേഷിക്കുന്ന ഒരു 10-12 മരമുണ്ട്. ഞൊടിയിട കൊണ്ടാണ് സോളാർ വേലി തകർത്ത് കൃഷി അത്രയും നശിപ്പിക്കുന്നത്. വിവരമറിയിച്ചാൽ അധികൃതരെത്തി നഷ്ടം കണക്കാക്കി പോകുന്നതിനപ്പുറം ₹1 പോലും ലഭിക്കുന്നില്ലെന്നും കർഷകർ പറയുന്നു. ഉദ്യോഗസ്ഥന്മാരെല്ലാം വിളിക്കുമ്പോൾ അപ്പോൾ തന്നെ അവർ വരുന്നുണ്ട്. അവർ വന്ന് നോക്കിയിട്ട് ഒരു ആനയെ ഓടിച്ചിട്ട് അവർ തിരിച്ചു പോകും. മൃഗങ്ങളെ ഭയന്ന് സ്കൂളിൽ പോലും പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ വന്യമൃഗങ്ങൾ ഇവിടെ അധികമായിട്ടുണ്ട്. അത് അവർ പേടിച്ച് തന്നെ തിരിച്ച് ഓടിപ്പോകുന്നൊരവസ്ഥയുണ്ട്. രാത്രികാലങ്ങളിൽ നമ്മൾ ഇവരുടെ ഈ ആൾക്കാരുടെ ബഹളം കേട്ട് വരുമ്പോഴത്തേക്ക് ഈ ഇത്രയും ഭാഗത്ത് കാട്ടുപോത്തും ആനയുടെയും ശല്യം കാരണം ജനങ്ങൾ വളരെ ഭയന്നാണ് ഇവിടെ ജീവിക്കുന്നത്. മഴയോടും വെയിലിനോടും പോരാടിയ കർഷകർ തോൽക്കുന്നത് പലപ്പോഴും ഈ വന്യമൃഗങ്ങൾക്ക് മുന്നിലാണ്. നഷ്ടപരിഹാരവും കടലാസിൽ ഒതുങ്ങുന്നു. റിപ്പോർട്ടർ, കൊല്ലം. കാട്ടാനയെ പിടിച്ച് പാകമാവാത്ത കൃഷി കൊയ്തെടുത്ത ഒരു കർഷകനുണ്ട് പാലക്കാട്. വാളയാർ വാദ്യാർചള്ള സ്വദേശി വിജയനാണ് ഏക്കർ കണക്കിന് കൃഷി കൊയ്തെടുത്ത് ആനയുടെ ആക്രമണം തടഞ്ഞത്. കൃഷിയിടത്തിൽ വെച്ച് കാട്ടാനയുടെ ആക്രമണത്തിൽ വിജയന് പരിക്കേറ്റിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ജീവനോട് രക്ഷപ്പെട്ടതെന്നും കൃഷി ഉപേക്ഷിക്കുകയല്ലാതെ ആനകളിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റു മാർഗമില്ല എന്നുമാണ് വിജയൻ പറയുന്നത്. പെട്ടെന്നുള്ള ഒരു അട്രാക്ഷൻ ആയിരുന്നല്ലോ, അതുകൊണ്ട് എനിക്ക് ഓടിനാന് കണ്ടിട്ട് ഓടി തന്നെയാണ്. പിന്നെ അത് നമ്മൾ 10 സ്റ്റെപ്പ് വെക്കണത് അത് ഓരോ സ്റ്റെപ്പ് വെക്കണ ഒന്നാണ്. 40 കൊല്ലമായിട്ട് കൃഷി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളിങ്ങനെ ചെയ്യാണ്. ഈ ഇത്രയും സ്ഥലം ഏറ്റെടുത്തപ്പോൾ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ തമ്പടിച്ചിരിക്കുകയാണ് ഈ ആനകൾ. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവർ ഗവൺമെൻറ് ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാ ദിവസവും ഇത് തന്നെ ആയിരിക്കും. ഈ കൃഷി ചെയ്യുന്ന സമയത്ത് നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമ്മൾ വീടിന് മുമ്പ് കമ്പിയൊക്കെ ഞങ്ങൾ കെട്ടി ഫെൻസിങ്ങൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ടും അത് അതിന് കഴിക്കാനൊന്നുമില്ലല്ലോ ആഹാരം. അതിൻ്റെ ഒരു ഇതിൽ അത് ഇറങ്ങുകയാണ്. കുട്ടിയും വലുത് അമ്മയും കൊമ്പനൊക്കെ അങ്ങനെ വരുന്നുണ്ട്. ഇക്ബാൽ അറക്കൽ വിവരങ്ങൾ നൽകും. ഇക്ബാൽ, ഇപ്പോൾ കാട്ടാന ആക്രമണത്തിൽ വലയുന്നവരുടെ പല അനുഭവങ്ങളിലൊന്നാണ് വിജയന്റേത്. വിജയൻ കൃഷി ഉപേക്ഷിക്കുകയാണോ? അതായത് ഇക്കഴിഞ്ഞ ജനുവരി 25-നായിരുന്നു വാളയാർ വാദ്യാർചള്ള സ്വദേശിയായ വിജയനെ കാട്ടാന ആക്രമിച്ചത്. തന്റെ കൃഷിയിടത്തിലേക്ക് തുടർച്ചയായി 3-ാം തവണ കാട്ടാന പുലർച്ചയോടുകൂടി എത്തിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിജയനും അച്ഛൻ രത്നവും അമ്മയും കൂടി ചേർന്ന് ഈ കൃഷിയിടത്തിലേക്ക് എത്തുന്നത്. ഈ സമയത്തായിരുന്നു കാട്ടാന വിജയനെ തുരത്തി ഓടിക്കുകയും പിന്നീട് ആക്രമിക്കുകയും ചെയ്തത്. തുമ്പിക്കൈ കൊണ്ട് വിജയനെ എടുത്തെറിഞ്ഞ കാട്ടാന പിന്നീട് കാലുകൊണ്ട് വിജയനെ ചവിട്ടാൻ ശ്രമിച്ചെങ്കിലും തെന്നിമറിയ വിജയന്റെ ശരീരത്തിൽ ചെറിയൊരു ഭാഗം മാത്രമാണ് കാട്ടാനയുടെ ചവിട്ടേറ്റത്. ഇതിന് തുടർന്ന് തന്നെ വിജയന്റെ വാരിയെല്ലുകൾക്കും കാലുകൾക്കും കാര്യമായി തന്നെ പരിക്ക് പറ്റുകയും ചെയ്തിരുന്നു. ഇപ്പോൾ 1 മാസം പിന്നിടുന്നു ഈ ആക്രമണം ഉണ്ടായിട്ട്. ഇതുവരെയും വിജയന് ₹1 പോലും സർക്കാരിൽ നിന്ന് നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല. മാത്രമല്ല ഏക്കർ കണക്കിന് കൃഷിയാണ് കാട്ടാന നശിപ്പിക്കുകയും ചെയ്തത്. ഇതിൽ പോലും ₹1 പോലും നഷ്ടപരിഹാരം കിട്ടാതായതോടുകൂടിയാണ് ഇപ്പോൾ പൂർണ്ണമായും ഈ കൃഷി ഉപേക്ഷിക്കാനുള്ള നീക്കത്തിലേക്ക് വിജയൻ ഉൾപ്പെടെയുള്ള കർഷകർ ഈ വാദ്യാർചള്ളയിൽ ഇപ്പോൾ ഒരുങ്ങുന്നത്. വിജയൻ ഇപ്പോൾ തന്നെ പാകമാവാത്ത നെല്ല് മുഴുവൻ കൊയ്തെടുത്തിട്ടുണ്ട്. കാരണം കൃഷി ചെയ്യുകയാണെങ്കിൽ കാട്ടാനകൾക്ക് വേണ്ടി വീണ്ടും കാവലിരിക്കേണ്ടി വരും. കാട്ടാനകൾ വരുമ്പോൾ അതിനെ തുരത്താൻ വേണ്ടി കാവലിരിക്കേണ്ടി വരും. പക്ഷേ ഇനി ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായതിനു ശേഷം കാവലിരിക്കാനുള്ള ധൈര്യമില്ല എന്നും കുടുംബത്തിന്റെ സംരക്ഷണം ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ടാണ് കൃഷി ഉപേക്ഷിച്ചുകൊണ്ട് മറ്റു തൊഴിലുകൾ തേടി പോകാനുള്ള തീരുമാനത്തിലേക്ക് വിജയനും കുടുംബവും ഇപ്പോൾ നീങ്ങുന്നതെന്നാണ് വിജയൻ പ്രതികരിക്കുമ്പോൾ പറയുന്നത്. വിജയന്റെ വാരിയെല്ലിനും അതുപോലെ തന്നെ കാലുകൾക്കുമാണ് സാരമായി തന്നെ പരിക്കേറ്റുള്ളത്. ഏതായാലും വലിയ രീതിയിൽ ദുരവസ്ഥ അനുഭവിക്കുന്നതുകൊണ്ടാണ് ഈ കൃഷി ഉപേക്ഷിക്കുന്നതെന്നാണ് 40 വർഷമായി നെൽകൃഷി ചെയ്യുന്ന വാളയാർ വാദ്യാർചള്ള സ്വദേശിയായ വിജയൻ ഇപ്പോൾ പ്രതികരിക്കുന്ന. സ്മൃതി. ശരി, ഇക്ബാൽ അറക്കലാണ് പാലക്കാട് നിന്നുള്ള ഒരു റിപ്പോർട്ട് നൽകിയത്.